إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ബഹുമാന്യനായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് വിശ്വാസികൾക്ക് വളരെ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഇതിനുള്ള ഉത്തരങ്ങൾ അനവധി നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം, ഓരോരുത്തരും സത്യത്തോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് പരീക്ഷിക്കാൻ തന്നെയാണ് പ്രതിസന്ധികൾ അല്ലാഹു ഉണ്ടാക്കുന്നത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരുടെയും നിറം പുറത്തേക്ക് വരിക. ഓരോരുത്തരും എന്താണ്, ആരാണ്, പുറത്തു പറയുന്നതാണോ ഉള്ളിലുള്ളത് എന്നതൊക്കെ വ്യക്തമാവുക ഒരു പ്രയാസം വരുമ്പോഴാണ്. ആർക്കെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ആ പ്രയാസമുള്ള സമയത്ത് മറ്റൊരാളോട് ആ ബുദ്ധിമുട്ട് പറയുന്ന സമയത്താണ് അയാളെ അത്രയും കാലം സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നയാൾ ഇദ്ദേഹത്തെ സഹായിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനമാകുന്നത്. അത് ഇയാൾക്കൊരു പ്രയാസം വരുമ്പോഴാണ്. അപ്പോഴാണ് ആ കാര്യം വ്യക്തമാകുന്നത്. അതേത് വിഷയവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നുപോയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലഖദ് ഫതന്നൽ ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു? ഫലയഅലമന്നല്ലാഹു ലദീന സ്വദഖു, നിങ്ങളുടെ കൂട്ടത്തിൽ സത്യവാന്മാർ ആരാണെന്നും അറിയുന്നതിന് വേണ്ടി. വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കളവ് പറയുന്നവർ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ആരാണ് സത്യം പറയുന്നവർ, ആരാണ് കളവ് പറയുന്നവർ? ഞാൻ ഇസ്ലാം വിശ്വസിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു, ഷഹാദത്ത് കലം ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുകയും എന്നാൽ അതൊരു നിർണായക ഘട്ടം വരുമ്പോൾ അതിനോടൊപ്പം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആരിലൊക്കെ ഉണ്ട് എന്നറിയാൻ വലഖദ് ഫതന്നൽ ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ, മുൻഗാമികൾ ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, താൻ ഉയർത്തിപ്പിടിക്കുന്ന ആ ഷഹാദത്ത് കലിമയിൽ നിന്ന് വ്യതിചലിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്നവർ ആരാണ്? അതല്ല ഭൗതിക താല്പര്യത്തിന്റെ പിന്നാലെ, മറ്റു സ്ഥാനമാനങ്ങളുടെ പിന്നാലെ, മറ്റു സാഹചര്യങ്ങളുടെ പിന്നാലെ, പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയുടെ പിന്നാലെ ആരൊക്കെ നിൽക്കും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഈമാൻ ഉണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകാൻ ഒരു വഴി കൂടിയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്,
ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഘട്ടം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഫിർഔൻ മൂസാ നബിയെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വടി അവിടെ ഇട്ടപ്പോൾ അത് പാമ്പായി ആ ഫിർഔൻ കൊണ്ടുവന്ന ആളുകളുടെ മുഴുവൻ പാമ്പുകളെയും ഓലപ്പാമ്പുകളെയും അത് വിഴുങ്ങുകയും അങ്ങനെ അതിൽ വിജയിക്കുകയും ചെയ്തു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എതിർക്കാൻ വന്ന ആളുകൾ പോലും, ആ സാഹിര്യങ്ങളായ ആളുകൾ പോലും ഇത് കണ്ടപ്പോൾ മനസ്സിലായി അവർക്ക് ഞങ്ങളെ പോലെ സിഹർ കാണിക്കുകയല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്നുള്ള സഹായം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതാ മൂസയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ഫിർഔനിന് ഒരിക്കലും പറ്റിയില്ല. അപ്പൊ ഫിർഔൻ പറഞ്ഞു എന്ത്, പല ഉപ്പത്തി അന്ന ഐതിയക്കും, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിക്ക് വഴങ്ങാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൽ അപ്പോൾ വിശ്വസിച്ച ആളുകളും അവിടെ നിന്ന് യാത്ര പോവുകയാണ്. പിന്നിൽ ഫിർഔനിന്റെ സൈന്യമുണ്ട്. ആ ചെങ്കടലിന്റെ വക്കത്തെത്തി. അവിടെ എത്തിയപ്പോൾ കൂടെയുള്ള ആളുകൾ ഒന്ന് പരിഭ്രമിച്ചു. അവര് പറഞ്ഞു, ആ അതിന്റെ അടുത്ത് കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, നമ്മൾ പിടിക്കപ്പെട്ടല്ലോ, മൂസാ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു അവസ്ഥ അവിടെ വന്നപ്പോൾ അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വേണ്ട, ഇന്നമായ റബ്ബി സയഹ്ദീൻ, ഇന്നമായ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവനൊരു മാർഗം കാണിക്കാതിരിക്കുകയില്ല എന്നാണ്. അവൻ മാർഗം കാണിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിന് മുന്നിൽ കടലാണ്, പിന്നിൽ സൈന്യമാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. കൂടെയുള്ളവർ പരിഭ്രമിക്കുകയാണ്. അപ്പോഴും അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്സംശയം പറയുകയാണ്, ഇന്നമായ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, റബ്ബ് ഒരു വഴി കാണിക്കാതിരിക്കുകയില്ല. ഇതാണ് ഒരു വിശ്വാസിക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും കൂടി ഹിജ്റ പോകുന്നതിനായി രാത്രിയിൽ പുറപ്പെട്ട് തൗർ ഗുഹയിൽ അകപ്പെട്ട സമയം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തൗർ ഗുഹയിൽ രാത്രി സമയത്ത് അതിനുള്ളിൽ കയറി അബൂബക്കർ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇരിക്കുന്ന സമയത്ത് ശത്രുക്കള് ആ ഗുഹാമുഖത്തിന്റെ പുറത്തു കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, അവരെങ്ങാനൊന്ന് താഴ്ന്നു നോക്കിയാൽ ആ ഗുഹയിൽ അകപ്പെട്ട ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭം, ആ മുശ്രിക്കീങ്ങൾ അവരെങ്ങാനും താഴ്ന്നു കുഞ്ഞു നോക്കിയാൽ അവരെ കാലുകളെ കാണാൻ പറ്റും, ഗുഹയിൽ ഇരുന്നു കൊണ്ടല്ല അങ്ങോട്ട് കൊണ്ട് പോണത്. അപ്പൊ അബൂബക്കർ പറയുന്നത്, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ അവർ നമ്മളെ കാണില്ലേ റസൂലേ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താ അവിടുന്ന് പറഞ്ഞു, എന്താണ് അബൂബക്കർ താങ്കൾ പറയുന്നത്? നമ്മൾ രണ്ടുപേർ മാത്രമാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി നമ്മുടെ കൂടെയും അല്ലാഹു ഉണ്ടെന്ന കാര്യം നീ മറന്നു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് എന്ത് പ്രതിസന്ധികളുടെ അലമാലകൾ അലയടിച്ചു വന്നാലും, അവിടെ ഭൗതികമായ രീതിയിലുള്ള ഒരു സഹായവും ഇല്ലെന്ന് വന്നാലും, മേലെ പടച്ച തമ്പുരാനുണ്ട് എന്ന ആ ഉറച്ച വിശ്വാസത്തിന്റെ അചഞ്ചലമായി മുന്നോട്ട് പോകാൻ ആർക്ക് കഴിയുന്നുവോ ആ കഴിയുന്നവർക്കാണ് ഈമാനുള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഈമാൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആര് നമ്മൾ സഹായിച്ചില്ല എങ്കിലും പടച്ച തമ്പുരാൻ സഹായിക്കുന്ന ഒരു ചരിത്രമാണ് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്ന ചരിത്രമാണ്. ഇല്ലാ തൻസുറൂഹു, അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ പറ്റും. ആയത്തിന്റെ ബാക്കിയിൽ പറയുന്നത് നിങ്ങൾ ലാ തഹ്സൻ, നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, ഇന്നല്ലാഹു മഅനാ, നിശ്ചയമായും നമ്മുടെ കൂടെ അല്ലാഹുവുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അദ്ദേഹത്തിന്റെ മുകളിൽ ശാന്തി അല്ലാഹു ഇറക്കുക തന്നെ ചെയ്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, കാണാത്ത ഒരു സൈന്യത്തെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. വവജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, ആ അവിശ്വാസികളായ ആളുകളുടെ വാചകങ്ങൾ താഴ്ന്നു പോവുകയും ചെയ്തു. വകലിമത്തുല്ലാഹിൽ ഉൽയ, അല്ലാഹുവിന്റെ വചനം ഉയർന്നു നിൽക്കുകയും ചെയ്തു. അല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു എന്നാണ്. പടച്ചോനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. നമ്മളെല്ലാവരും പടപ്പുകളാണ്.
ഒരാളുടെ ഹൃദയം എപ്പോൾ മിടിക്കണം, എപ്പോൾ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് റബ്ബുൽ ആലമീനാണ്. ഈ ഭൂമി ലോകത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് പടച്ച തമ്പുരാൻ. അത് ഇന്ന് എഴുതി വെച്ചതല്ല. ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അചഞ്ചലമായി ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയുക തന്നെ ചെയ്യുമെന്നതാണ് ഈ ഇസ്ലാമിലെ ചരിത്രം നമ്മോട് പറയുന്നത്. യാക്കൂബ് നബിക്ക് മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൈവിടുന്നില്ല. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം അത് പ്രതീക്ഷ കൈവിടുന്നില്ല. യാ ബുനയ്യ കുഞ്ഞു മക്കളെ, നിങ്ങൾ വിവരം പോയി ഒന്ന് അന്വേഷിക്കുകയും പോയി നിങ്ങൾ വിവരം അന്വേഷിക്കും യൂസുഫിന്റെയും അവന്റെ സഹോദരന്റെയും. ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ ആശ്വാസത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. നിരാശ ബാധിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആശ്വാസത്തെ കുറിച്ച് നിരാശ ബാധിക്കുന്നത് ആർക്ക് മാത്രമാണ്? അവിശ്വാസികൾക്ക് മാത്രമായിരിക്കും. വിശ്വാസികൾക്ക് ഒരിക്കലും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നിരാശ ഉണ്ടാവുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. പരീക്ഷണം വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? എന്നാണ്. ഒരാൾക്കാകട്ടെ, ഒരു വ്യക്തിക്കാകട്ടെ, ഒരു സമൂഹത്തിനാകട്ടെ അള്ളാഹ് നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പരീക്ഷണങ്ങൾ വരുമെന്നാണ്. ബുദ്ധിമുട്ടിന്റെ കൂടെയാണ് എളുപ്പമുണ്ടാവുക. കയറ്റം കയറിയതിനു ശേഷമാണ് ഇറക്കമുള്ളത്. വളവ് തിരിഞ്ഞതിനു ശേഷമാണ് നേരെയുള്ള റോഡുള്ളത്. എവിടെ ബുദ്ധിമുട്ടുണ്ടോ അതിന്റെ അപ്പുറത്ത് പ്രകാശം, അതിന്റെ അപ്പുറത്ത് എളുപ്പമുണ്ട്. കാർമേഘം മൂടി ആകാശം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാർമേഘത്തിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. ആ കാർമേഘം നീങ്ങി ആ സൂര്യൻ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. കാർമേഘം നീങ്ങി ആ വെളിച്ചം ചന്ദ്രൻ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. അത് വരും. കാർമേഘം എന്നും ആകാശത്തിൽ കാർമേഘം മൂടി നിൽക്കുകയില്ല. അത് ഇടിപൊട്ടിയ മഴ പെയ്യും, അന്തരീക്ഷം തെളിയും. ആ തെളിയുന്നത് വരെ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുമെന്ന് മാത്രം. ആരൊക്കെയുണ്ട് ഹക്കിന്റെ കൂടെ, ആരൊക്കെയുണ്ട് ധർമ്മത്തിന്റെ കൂടെ, ആരൊക്കെയുണ്ട് ഈ സലിപ്പം കാര്യങ്ങളുടെ കൂടെ എന്നത് കൃത്യമായി ഓരോരുത്തരും, ഓരോ സമൂഹവും, ഓരോ സംഘങ്ങളും, ഓരോ സ്ഥാപനങ്ങളും, ഓരോ സംഘടനകളും, ഓരോ കൂട്ടായ്മകളും ഈ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ സന്ദർഭങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് മനുഷ്യന്മാരെ പരീക്ഷിക്കാനും നിലപാടുകൾ തിരിച്ചറിയാനും തന്നെയാകുന്നു എന്ന് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം. ആർക്കാണ് മംഗളം? ഒഴുകുന്നവരോടൊപ്പം ഒഴുകുന്നവർക്കല്ല, പോകുന്നവരോടൊപ്പം പോകുന്നവർക്കല്ല. എല്ലാവരും നാളെ മുതൽ മദ്യം അനുവദനീയമാണ്, അതെല്ലാവരും കുടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ, അതൊരു 1,00,000 ആളുകൾ പറഞ്ഞാലും അതിലൊരു മനുഷ്യനാണ് ആ മദ്യം എന്ന് പറയുന്നത് ഞാൻ മുസ്ലിമാണ്, എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷേ ഈ 1,00,000 ആളുകൾ പുതിയ കാലമല്ലേ, ഇത് പുതിയ കാലമല്ലേ, ഇനി ലഹരി എന്നൊക്കെ പറഞ്ഞാൽ രാസലഹരി പ്രശ്നമുള്ളൂ, ഇനി കള്ളിന് നിങ്ങൾ ലഹരിന്റെ കൂട്ടത്ത് കൂട്ടണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് അംഗീകരിച്ചേക്കാം. പക്ഷേ അല്പം മത്തുണ്ടാക്കുന്നത് എന്താണോ അത് മുഴുവൻ ലഹരിയാണ്, അത് ഹറാമാണ് എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും കൂടിക്കലർന്ന് ഏതാണ് ഹക്ക് ഏതാണ് അസത്യം എന്ന് മനസ്സിലാകാതെ പ്രയാസപ്പെടുന്ന ഹക്കിനെ കണ്ടെത്തി അതിന്റെ കൂടെ ആരൊക്കെ എതിരായാലും ഞാൻ എന്റെ റബ്ബിന് എതിരായത് ചെയ്യില്ല, റബ്ബിനെതിരായ നിലപാട് സ്വീകരിക്കില്ല എന്ന ഉറപ്പോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നവർക്കാണ് ഇസ്ലാം വന്നത് അപരിചിതമായി കൊണ്ടാണ്. അള്ളാന്റെ റസൂല് ആദ്യമായി അവിടെ മക്കത്ത് വന്നുകൊണ്ട് ഈ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ പ്രവാചകനെ അനുകൂലിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. പിന്നീട് എതിർക്കാനാണ് ആൾക്കാരുണ്ടായത്. കൂടെയുള്ള കുടുംബങ്ങളടക്കം പ്രവാചകനെ വിട്ടുപോയി. പക്ഷെ റസൂലുള്ള ആ കലിമത്ത് തൗഹീദുമായി മുന്നോട്ട് പോയി. പിന്നീട് എന്താ സംഭവിച്ചത്? മക്ക ഫത്ഹുണ്ടായി. ഇനി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഖിയാമത്ത് നാളിലേക്ക് അടുക്കുമ്പോഴും എന്ത് ചെയ്യും? അതേ അവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും. ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ആര് പറയുന്നുവോ അവൻ അപരിഷ്കൃതനാണെന്ന് പറയും, അവൻ താലിബാനി ചാപ്പ കുത്തും, അവൻ മോശക്കാരനാണെന്ന് പറയും, അവൻ തീവ്രവാദിയാണെന്ന് പറയും, അവൻ ഭീകരവാദിയാണെന്ന് പറയും, അവൻ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയാണെന്ന് പറയും. അങ്ങനെ വളർന്നിട്ട് ആക്രമിക്കും. ആ ആക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും അതിൽ ഒറ്റപ്പെട്ട് ആ സത്യത്തിന്റെ ശബ്ദം ആര് പറയുന്നുവോ ആ സമയത്ത് ആ ഉറബാക്കൾക്ക്, ആ അപരിചിതർക്കാവുന്നു മംഗളം, ആ അപരിചിതർക്കാവുന്നു മംഗളം. സുഹൃത്തുക്കളെ, എന്നും ജീവിക്കാനുള്ള ദുനിയാവിലാണ് പരലോകത്താണ്.
ഈ പരലോകം നഷ്ടപ്പെടുത്തുന്ന നിലപാടുകൾ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടുന്ന് തന്നെ എന്റെ പരീക്ഷ ഉണ്ടാവും. അത് വ്യക്തി എടുത്താൽ വ്യക്തിക്കുണ്ടാകും, കുടുംബം എടുത്താൽ കുടുംബത്തിനുണ്ടാകും, കൂട്ടായ്മകൾ എടുത്താൽ കൂട്ടായ്മകൾക്കുണ്ടാകും. അത് ഈ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയും, സംശയിക്കൊന്നും വേണ്ട. അതുകൊണ്ട് ഹക്കും ബാത്തിലും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഹക്കിന്റെ കൂടെ നിർഭയമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് മാത്രമേ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ദുനിയാവിൽ നിന്ന് വന്ന് നമ്മൾ കച്ചവടക്കാരനാകാനല്ല, നമ്മൾ ബിസിനസ്സുകാരനാകാനല്ല, നമ്മൾ ഡോക്ടർ ആകാനല്ല, നമ്മൾ എഞ്ചിനീയർ ആകാനല്ല, നമ്മൾ അധ്യാപകനാകാനല്ല, നമ്മൾ ഇവിടെ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് ജീവിക്കാനല്ല. മറിച്ച് പരീക്ഷണത്തിന് വന്നതാണ്, അള്ളാഹ് ഇബാദത്ത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാനല്ലാതെ മനുഷ്യനെ ജിന്നുവർഗത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ജോലി? അത് മരിക്കുന്നത് വരെയുള്ള ഉപജീവന മാർഗം മാത്രമാണ്, അത് ലക്ഷ്യമല്ല. ഒരാൾ ഭക്ഷണം കഴിക്കണം, അപ്പൊ അയാളോട് ചോദിച്ചു എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? അപ്പൊ അയാളെ മറുപടി, ഇവിടെ ഈ ഭക്ഷണത്തൊക്കെ കുറെ കറികളൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതല്ലല്ലോ ഭക്ഷണം കഴിക്കണ ലക്ഷ്യം. ഭക്ഷണം കഴിക്കണ ലക്ഷ്യം വിശപ്പടങ്ങാൻ. വിശപ്പടങ്ങാൻ ഭക്ഷണം വേണം. ഭക്ഷണം അകത്തേക്ക് പോകണമെങ്കിൽ അതിന് കറി കൂട്ടാനൊക്കെ വേണം, അത്രേ ഉള്ളൂ. അതേപോലെ ജീവിക്കണത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നാളെ പരലോകത്തെ രക്ഷ കിട്ടാനാണ്, അള്ളാഹ് ഇബാദത്തെടുത്ത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി ദീനനുസരിച്ച് ജീവിക്കാനാണ്. പക്ഷെ മരിക്കുന്നത് വരെ ജീവിക്കാൻ ഒരു വീട് വേണം, അതുവരെ നമുക്ക് കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ ജോലി വേണം. അത്രയും മഹീഷത്തിന് ഇവിടെ പ്രാധാന്യമാണ്. പക്ഷെ ഇന്നെന്താ? ഇത് ദുനിയാവാണ് എല്ലാം. ഈ ദുനിയാവ് ഒരു വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് നേരമില്ല, അത്രക്ക് തിരക്കിട്ട് ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ അറ്റാക്ക് ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവണം, അപകടം ഉണ്ടാവണം, മരിച്ചു പോകണം. ആ കബർക്കുള്ളതൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടാക്കി വെച്ചൊക്കെ മക്കളും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ സംഘട്ടും ചെയ്യും. അത് നല്ലോണം ആലോചിക്കുക. നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടാകാനുള്ള മൂല്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ദുനിയാവിന്റെ വഞ്ചനയിലും താല്പര്യത്തിലല്ല നമ്മൾ പെടേണ്ടത്. ഈ കാലഘട്ടം വളരെ പ്രധാനമാണ്. പടച്ച തമ്പുരാൻ അങ്ങനെ പരീക്ഷണത്തിൽ പതറാതെ ഹക്കിനോടൊപ്പം നിൽക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനിയായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മുഹറം മാസത്തിലാണുള്ളത്. മുഹറം മാസത്തിന്റെ പ്രത്യേകത ഹിജറ കലണ്ടറിൽ 1-ാമത്തെ മാസമാണ്. അഥവാ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുവർഷമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കൊരു വയസ്സ് കൂടിയിരിക്കും. അതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം. വയസ്സ് കൂടും തോറും നമുക്ക് വിവേകം വർദ്ധിക്കണം, നമ്മുടെ ആത്മവിചാരണ വർദ്ധിക്കണം. നമ്മളിങ്ങനെ മരണത്തിലേക്കുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണം എന്നൊരു ഓർമ്മ നമുക്ക് വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ മുഹറം മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു പുണ്യം കിട്ടുന്ന കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷമുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള നോമ്പ് എന്ന് പറയുന്നത് ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹറം മാസത്തിലെ നോമ്പാകുന്നു. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീദത്തി സ്വലാത്തുൽ ലൈൽ, അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും പുണ്യമുള്ള നമസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈൽ, രാത്രിയുള്ള നമസ്കാരമാകുന്നു എന്നാണ്. വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫറ അസ്സനത അല്ലതി ഖബല, ആശൂറ നോമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ വർഷത്തെ മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടുന്ന നോമ്പാകുന്നു എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഈ വരുന്ന 6-7 തീയതികൾ അഥവാ ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് നമുക്ക് കേരളത്തിൽ നോമ്പുള്ളത്. ഈ കഴിഞ്ഞ മാസപ്പിറവി ദർശിക്കുന്ന ദിവസം നിങ്ങൾക്കറിയാം, ശക്തമായ മഴയായിരുന്നു. 7 ജില്ലകളിൽ അന്ന് അവധിയായിരുന്നു സ്കൂളിലൊക്കെ. അത്രയ്ക്ക് ശക്തമായ മഴയായി. അതുകൊണ്ട് കാർമേഘം മൂടി മഴയായതുകൊണ്ട് തന്നെ അന്ന് കൂടുതൽ സമയമുണ്ടായിട്ട് മാസം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് 30 തികച്ച് 1 പൂർത്തീകരിച്ച് നമ്മളതിന്റെ കണക്ക് പ്രകാരം വരുമ്പോൾ 6-7 നമുക്ക്, അഥവാ ഞായർ തിങ്കളാണ് മുഹറം 9-ഉം 10-ഉം. അല്ലാഹു റസൂൽ പറഞ്ഞതാണ്, മുഹറം 10ന്റെ പ്രാധാന്യം പറഞ്ഞു. റസൂൽ നോറ്റു. ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ, എനിക്ക് ആയുസ് ഉണ്ടാകുമെങ്കിൽ ഞാൻ 9 നോൽക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വർഷമായപ്പോഴേക്കും റസൂലുള്ളാഹി വഫാത്തായി. അപ്പൊ റസൂലുള്ളാഹിയുടെ സുന്നത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹിയുടെ വാക്കും മൗനാനുവാദവും പ്രവൃത്തിയും ഒക്കെ റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. റസൂലുള്ളാഹിയുടെ വാക്കിൽപ്പെട്ടതാണെന്ത്, അടുത്ത വർഷം ഞാൻ ഉണ്ടാവുകയായിരുന്നെങ്കിൽ 9 നോൽക്കും എന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 9-ഉം 10-ഉം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുന്നത്തായ കാര്യമാണ്, നോമ്പാണ്. ആ ദിവസങ്ങളിൽ ആ നോമ്പ് നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, അതിന്റെ പുണ്യം നേടുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സുഹൃത്തും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും കൂട്ടിക്കൊഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഹക്ക് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹക്കിനോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിലകൊള്ളുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. اللهم اغفر لنا والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين يا ارحم